ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കുറുമയാണ് റെഡിയാക്കുന്നത്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു മട്ടൻ കുറുമ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫദ്വാസ് കിച്ചണിൽ ഇതുവരെ മട്ടൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ മട്ടൻ കഴിക്കില്ല, അതുകൊണ്ടായിരുന്നു ഇത്രയും വൈകിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് മട്ടൻ്റെ റെസിപ്പീസും ചെയ്യാം. അപ്പം ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ കുറുമ റെഡിയാക്കാനായിട്ട് 1/2 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. എപ്പോഴും കുറച്ച് നേരം വെള്ളം കളയാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമായി പോകും ചിലപ്പം. ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഗ്രേവിയൊക്കെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണോ വേവിക്കാൻ സൗകര്യം അതുപോലെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇവിടെ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്കൊരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയായിരിക്കും നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാവുന്ന സമയത്ത് അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല കുറുമയ്ക്കൊക്കെ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിവിടെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണിത്. 2ാം പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരവി എടുത്തിട്ട് പാലെടുക്കുക. അതിൻ്റെ 1ാം പാൽ നല്ല കട്ടിയുള്ള 1 കപ്പ് മാറ്റി വെക്കുക. ബാക്കിയുള്ള ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പിൻ്റെ ഒക്കെ അടുത്ത് വരും 2ാം പാൽ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കാതെ ഒരു ചെറിയ തോർത്തിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലൊക്കെ അരിച്ചെടുക്കായിരിക്കും നല്ലത്. അങ്ങനെ ആവുന്ന സമയത്ത് കുറുമയ്ക്കൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വരുന്ന സമയത്ത് തേങ്ങയുടെ ചെറിയ പീര ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേവിച്ചെടുക്കണം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വിസിലാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. ആദ്യത്തെ വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലൂടെ കൊടുക്കണം. ഓരോ മട്ടനും വേവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവട്ടെ. ചിലപ്പോൾ ഇളയ മട്ടനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ കൊടുത്തിട്ട് നോക്കിയതിന് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേവിക്കുക. കാരണം മട്ടൻ പലതും പല വേവിലായിരിക്കും വരിക. കുക്കർ അടച്ചു വെച്ച് മട്ടൻ വേവിക്കാനായി വെച്ചിരുന്നു. ഇപ്പോൾ ഒരു 4 വിസിൽ വന്നു കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാനൊരു വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് പ്രഷർ ഫുൾ കളയേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് പോയതിന് ശേഷം തന്നെ തുറന്ന് നോക്കിയാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 3 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു ചെറിയ പീസ് പട്ട കൂടെ എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കണം. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നല്ല കനം കുറച്ച് മുറിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുക്കാം. മീഡിയം സൈസിലാണെങ്കിൽ, വലിയ സവാള ആണെങ്കിൽ ഒരു 2 എണ്ണം തന്നെ മതിയാകും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഉള്ളി വഴറ്റുന്ന ഈ സമയത്ത് കുക്കറിൽ പ്രഷർ ഫുൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ കൊടുത്ത് ഈ സമയം കൊണ്ട് വേവിച്ചെടുത്താലും മതിയാകും. ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു വിസിലൂടെ കൊടുത്ത് വേവിച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒരു പകുതി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞ് ചതഞ്ഞ് പോകണ്ട. ഒന്നങ്ങ് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചെറിയുള്ളി ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ചുവന്നുള്ളി ഉണ്ടെങ്കിൽ കുറുമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. കുറുമയ്ക്ക് നല്ല ഏത് കറിക്കാണെങ്കിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതോടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി, ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണത്. ഒരുപാട് അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് മൊത്തത്തിലൊരു 6 അല്ലെങ്കിൽ 7 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എരിവിനായിട്ട് ഈ ഒരു കുരുമുളക് പൊടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു പച്ചമുളക് ചതച്ചിട്ടും ചേർത്തു. പിന്നെ ഒരു ഇത്തിരി സാധാ പോലെ മുറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അതിൽ കൂടുതൽ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ഇപ്പം ഈ ഒരു കുറുമയിലേക്ക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു വെള്ള കളറിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നത്.
അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള വെള്ള കളറിലുള്ള കുറുമ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഒരു പച്ചക്കറി കുറുമയൊക്കെ ചെയ്ത പോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, അല്ലെങ്കിൽ 2 നുള്ളു മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരിക്കലും മസാലപ്പൊടികൾ ഒരുപാട് കൂടുതലായി പോകരുത് കുറുമയാവുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഇതിലേക്ക് ഇനി നല്ല തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിക്കുന്നുണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊന്ന് ഉടച്ചിട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനാവശ്യമുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് ചെറിയ തീയിലൊരു 1-2 മിനിറ്റ് നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നോട്ടെ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗ്രേവി ഭയങ്കരമായിട്ട് കുറുക്കി പോകും. അപ്പോൾ നിങ്ങൾക്ക് എത്രയ്ക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല തേങ്ങേൻ്റെ 2ാം പാൽ എടുത്തത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. കിഴങ്ങ് ചേർക്കാറുമ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഒരു ചെറിയ കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ തീരെ സമയമില്ലാത്ത നേരത്തേക്കാണ് നമ്മൾ കുറുമ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ മട്ടൻ വേവിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് കൂടെ അങ്ങ് മുറിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിലാണ്. കാരണം ഇതാവുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിഴങ്ങുള്ളത് കാര്യമായിട്ട് അറിയുന്നില്ല, നന്നായിട്ട് ഉടഞ്ഞ് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആയി കിടക്കും. അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. കിഴങ്ങ് ചേർക്കണം നിർബന്ധമല്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും പിന്നെ കറി നന്നായിട്ടൊന്ന് കുറുകിയിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കിഴങ്ങ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 7-8 അല്ലെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കുറച്ച് നേരം കുതിർത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറുമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. കുറുമ എന്നൊക്കെ പറയുമ്പോൾ മട്ടൻ കുറുമയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു റിച്ച് ആയിരിക്കും. ഒന്നൊരു നല്ലൊരു ഗുമ്മ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി അണ്ടിപ്പരിപ്പ് അരച്ചതുകൂടെ ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇല്ലയെന്ന് വെച്ചിട്ട് കുറുമ ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇല്ലാത്തപ്പോഴും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റും കൂടെ തിളയ്ക്കുന്നത് നന്നായിരിക്കും, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ. പിന്നെ ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളി ചേർത്തുണ്ടാക്കുന്ന രീതി വേറെയുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ചേർക്കുന്നില്ല. പകരം ഞാൻ ലാസ്റ്റ് ഒരു ഇത്തിരി വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഗരം മസാല പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. ഇതൊക്കെ ചേർത്ത് കറി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ പതുക്കെ ഒന്നങ്ങ് കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങേൻ്റെ 1ാം പാല് ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ തേങ്ങേൻ്റെ 1ാം പാല് ചേർക്കുന്ന സമയത്ത് തീ എപ്പോഴും കുറച്ച് വെക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ തീ ഒന്നങ്ങ് പതുക്കെ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ അങ്ങ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് അന്ന് മൊത്തത്തിൽ നന്നായിട്ടൊന്നങ്ങ് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇപ്പോൾ കാണുന്ന സമയത്ത് ഒരു ഇത്തിരി ലൂസുള്ള പോലെ ഉണ്ടാവും. പക്ഷേ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറച്ച് സമയമൊക്കെ അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും കറി ഒന്നുകൂടെ കുറുകിയിട്ടുണ്ടാവും കേട്ടോ. കാരണം അണ്ടിപ്പരിപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കിഴങ്ങുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. അതുകൂടെ ചേർത്ത് കറി നന്നായിട്ട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുറുമ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു പുളി കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തക്കാളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് മാത്രം വിനാഗിരിയുടെ അളവ് ഒരിക്കലും കൂടി പോവുകയും ചെയ്യരുത്. ഒരു ഇത്തിരി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടിക്കോളും. ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കുറുമയാവുന്ന സമയത്ത് എപ്പോഴും മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൂടെ ഒരു ഇത്തിരി മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചേർത്ത് ഒരു ഇത്തിരി സമയം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഈ ഒരു രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. അതല്ല നമുക്കിനി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ചെറിയൊരു നല്ല ടേസ്റ്റ് ഫ്ലേവർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ചെറിയുള്ളി അതുപോലെ തന്നെ 1 അല്ലി വെളുത്തുള്ളി കൂടെ ചെറുതായി മുറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ആ എണ്ണയിലിട്ട് ഒന്നങ്ങ് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു ഓപ്ഷനിലാണ്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് കാണിക്കാതിരുന്നത്. പിന്നെ ഇത് വറുത്തിട്ടുന്ന സമയത്ത് ആ ഒരു എണ്ണ ചൂടോട് കൂടെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മട്ടൻ കുറുമ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് മട്ടൻ കുറുമ സെർവ് ചെയ്യുന്നത്. നെയ്ച്ചോറും മട്ടൻ കുറുമ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ തന്നെയാണിത്. നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിച്ചു നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഏകദേശം ഇതേ രീതിയിലൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചൊക്കെ ആദ്യം മുതലേ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ മട്ടൻ കുറുമ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്
ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്